ഇതൊരു സ്റ്റാർട്ടിങ് മാത്രം. ഇങ്ങനത്തെ ഒരു 10 തവണ കഴിക്കണം. അതാണ് ഇന്നത്തെ ടാസ്ക്. വായിക്കുള്ളത് കാണുള്ളൂ. നോക്കട്ടെ. അമ്മായി ഒരു ഫിഷ് ഫ്രൈ. ചോക്ലേറ്റ് ഒന്ന് ഒഴിക്കുക. ഇത് ഒഴിപ്പിക്കുന്ന എന്തിനാ? കുറച്ചും കൂടെ കൊതി. ഓ കത്തും കേട്ടോ. ഇതൊക്കെ കേരളത്തിൽ കേരളം കത്തും. എന്നാ തെറ്റ് ധരിക്കരുത്. ഓ ഡാം പൊട്ടണോ പോലെയാണല്ലേ ഒഴുകുന്നത്. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ് ഫ്രം ബാങ്കോക്ക്. ഇന്ന് ഒരു അത്ഭുതകരമായ കാര്യം ചെയ്യാൻ പോവാണ്. ഇന്ന് ഞങ്ങൾ തായ്ലൻഡിലെ തന്നെ വൺ ഓഫ് ദ ഐക്കോണിക് ഡിഷസ് ആയ ഐക്കോണിക് സ്ഥലത്ത് പോയി കഴിക്കാൻ പോവാണ്. ബോട്ട് നൂഡിൽസ് എന്ന് പറയും. പക്ഷെ ഒന്നല്ല കഴിക്കാൻ പോകുന്നത്, 2 നൂഡിൽസ് അല്ല കഴിക്കാൻ പോകുന്നത്, 3 അല്ല, എത്രയാണ് അവിടെ പോയിട്ട് പറയാം. സോ വെൽക്കം ടു വൺ ഓഫ് ദ മോസ്റ്റ് ട്രൈങ് ഔട്ട് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ഫുഡ് ഇൻ ബാങ്കോക്ക് വ്ളോഗ്. ആദ്യമേ ഇവിടുന്ന് ടാക്സി പിടിച്ചിട്ട് നമുക്ക് ബോട്ട് നൂഡിൽ ആലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. ബാക്കിയൊക്കെ അവിടെ എത്തിയിട്ട് പറയാം. അതുകൊണ്ട് എനിക്കൊരു മനസ്സിലൊരു കണക്കൂട്ടലുണ്ട്. അത്രയും നൂഡിൽസ് കഴിക്കണമെങ്കിൽ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഇതേ ഒരാളെയും കൂടെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ഞാൻ വാങ്ങി കൊടുത്തിട്ടില്ല, കാരണം അവിടെ പോയിട്ട് അതുപോലെ കഴിക്കാനുള്ളതാണ്. ഗൈസ്, ഞങ്ങൾ ഈ താമസിക്കുന്നുണ്ടല്ലോ, ഇവിടുത്തെ ഇന്ദിര റീഗൻ എന്ന് പറഞ്ഞ ഹോട്ടലിനടുത്താണ്. ലൈക്ക് ബയോക്കി സ്കൈ ഹോട്ടലാണ് നമ്മൾ താമസിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് തായ്ലൻഡ് ഫീൽ വേണമെങ്കിൽ ഇവിടെ താമസിച്ചിട്ട് ഒരു കാര്യമില്ല. ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു 1/2 കിലോമീറ്റർ ചുറ്റുവട്ടത്ത് ഏകദേശം ഒരു 7, 8 അല്ലെങ്കിൽ 10 ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. സോ നിങ്ങൾക്കൊരു ലിറ്റിൽ ഇന്ത്യ, ബാങ്കോക്കിലൊരു ഒഫീഷ്യൽ ലിറ്റിൽ ഇന്ത്യ ആയിട്ട് നിയമിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഒരുപാട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. സോ അങ്ങനത്തെ ഫുഡ് വേണ്ടവരെ ഇവിടെ താമസിച്ച് കഴിഞ്ഞാൽ ഭയങ്കര കൺവീനിയൻ്റ് ആയിരിക്കും. പക്ഷേ ഒരു ബിരിയാണിക്കൊക്കെ, വലിയ റെസ്റ്റോറൻറ്റ് അല്ല, സാധാരണ റെസ്റ്റോറൻ്റ് ആണ്, ഒരു ബിരിയാണിക്കൊക്കെ ഏറ്റവും കുറഞ്ഞത് ഒരു 500-600 രൂപ വരും. ഇന്ത്യൻ ഫുഡ് ഇവിടെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. വെജിറ്റേറിയൻ, പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്, അഞ്ചപ്പാറുണ്ട്, അങ്ങനെ കുറേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉള്ള സ്ഥലമാണ് ഇന്ദിര സ്ക്വയർ. ഗൈസ്, അങ്ങനെ നമ്മൾ വിക്ടറി മോണുമെന്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിലത്തെ എറണാകുളത്തെ വൈറ്റ്ല മൊബിലിറ്റി ഹബ്ബിൽ അതുപോലത്തെ ഇവിടുത്തെ ഒരു മെയിൻ ട്രാൻസ്പോർട്ട് ഹബ്ബാണ് വിക്ടറി മോണുമെന്റ്. ഇതിൻ്റെ അടുത്താണ് ഒരു ബോട്ട് നൂഡിൽ ആലി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അങ്ങോട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇതുണ്ടല്ലോ, ഭയങ്കരമായിട്ട് ഈ ലോക്കൽ ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളാണ്. ഒരു ഭയങ്കര ലോക്കലായിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള കുറേ സ്ട്രീറ്റ് ഫുഡ് കിട്ടും. റോഡ് നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്യാൻ നിൽക്കരുത്, കാരണം ഇവിടെ വണ്ടികൾക്ക് യൂസ്ഡ് അല്ല, ചിലപ്പോൾ നമ്മൾ ഇടിച്ച് തെറിപ്പിക്കും. എല്ലായിടത്തും ഇതുപോലെ സ്റ്റെപ്സ് കാണും, ഇതിൽ കയറി ക്രോസ് ചെയ്യുക. വിക്ടറി മോണുമെൻ്റ് അടുത്ത് തന്നെ മെട്രോ ഉണ്ട്. ഇവിടെ തന്നെ ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ട്. ഗൈസ്, ഇതാണ് ഇവരുടെ വിക്ടറി മോണുമെന്റ് എന്ന് പറയുന്നത്. ഈ വിക്ടറി മോണുമെന്റ് 1941 ഫ്രാൻസ് തായ് വാറിൻ്റെ ജയിച്ചപ്പോൾ പണിത മോണുമെൻ്റ് ആണ് ഇത്. സോ ഇറ്റ്സ് ആക്ച്വലി ഹ്യൂജ്, തിരക്കുള്ള ഒരു ഫ്ലൈ ഓവർ ഏരിയ ആണ്. പിന്നെ മേളിൽ കൂടെ മെട്രോ ഒക്കെ പോകുന്നുണ്ട്. നമുക്ക് ഏറ്റവും സൗകര്യം ബാങ്കോക്കിൽ ഇതുപോലെ ഇഷ്ടംമാതിരി വാക്ക് വേസ് ഉണ്ട്. നേരെ മോൾസിൻ്റെ അകത്തേക്കും മെട്രോൻ്റെ അകത്തേക്കൊക്കെ കണക്റ്റ് ആവും. സോ മഴയും വെയിൽ എന്താണെങ്കിലും നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് നടക്കാൻ പറ്റും. ഇതുണ്ടാ, ഇവിടെ ഈ കനാൽസ് ആയിരുന്നു പണ്ട് തായ്ലൻഡ് അല്ലെങ്കിൽ ബാങ്കോക്കിൻ്റെ ഒരു ലൈഫ് ലൈൻ എന്ന് പറയുന്നത്. സോ ഇത് ബോട്ട് നൂഡിൽ ആലി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ബോട്ട് നൂഡിൽ സ്ട്രീറ്റ്. ഇവിടെ കംപ്ലീറ്റ് ബോട്ട് നൂഡിൽസ് ആണ്. ഇവിടെ പക്ഷേ AC ഉള്ളൊരു സ്ഥലമുണ്ട്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് ബോട്ട് നൂഡിലിന് പേര് വരാനുള്ള കാര്യം എന്താ പറയുക, പണ്ട് ആൾക്കാർ ബോട്ടിൽ കൂടെ പോകുമ്പോൾ കനാൽസ് ആണല്ലോ. സോ ഇങ്ങനെ വേവ്സ് വന്ന് ഒരു ബോട്ടും രണ്ട് ബോട്ടും കൂടെ ഒക്കെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുമ്പോൾ ഇങ്ങനെ വേവ്സ് വന്ന് നൂഡിൽസാണ് ഇവരുടെ മെയിൻ ഫുഡ്. അത് സ്പില്ലാവും. അത് സ്പില്ലാവാതിരിക്കാനായിട്ട് ഒരു അത്യാവശ്യം വലിയ ബോളിൽ കുറച്ച് പോർഷൻ വെച്ച് സെർവ് ചെയ്യും. സോ ദാറ്റ് നമ്മൾ ബോട്ട് ചരിഞ്ഞാലും ഹോട്ട് സൂപ്പ് നമ്മുടെ മേത്തേക്ക് വീഴില്ല. അങ്ങനെയാണ് ഈ ബോട്ട് നൂഡിലിനുള്ള പേര് വന്നത്. ആ ട്രഡീഷൻ ഇന്നും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ ഈ പയാക് നൂഡിൽ ബോട്ടിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ എണ്ണം ഉണ്ടെങ്കിലും ഇതിൽ AC ഉണ്ട്. സോ നമ്മൾ AC സ്ഥലം തപ്പിപ്പോവാം. ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ വന്ന് കാണിക്കാം എന്തായാലും ഓരോന്ന്. സോ ഇവരുടെ ബ്രോത്ത് ഉണ്ടല്ലോ, ഇങ്ങനെ കുറേ നേരമായിട്ട് കുക്ക് ആയിക്കൊണ്ടിരിക്കും. ഞാൻ കേട്ടിരിക്കുന്നത് ഇത് ചിലപ്പോൾ 24 hours ഒക്കെ തിരക്കുള്ള ടൈമിൽ നടക്കാറുണ്ട്. ആൻഡ് ഇതുപോലെ കുറേ ചെറിയ ബോൾസ് കാണും. വാട്ട് ആൻ എക്സ്പീരിയൻസ്. ഇത്രയും പോർഷനേ കാണുള്ളൂ നൂഡിൽസ്. സോ ഒരെണ്ണത്തിന് ആ കൂടെ മേ ബി ഒരു 40 രൂപയൊക്കെ കാണുള്ളൂ ഒരു ബോളിനൊക്കെ. AC അല്ലാത്ത സ്ഥലങ്ങളിൽ പോയാൽ ഇതൊക്കെ ഒരു 30 രൂപയ്ക്ക് കിട്ടും. പിന്നെ ഇവിടെ എല്ലാ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മീറ്റ് എല്ലാം കൂടെ അവർ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നൂഡിൽസ് ഒക്കെ പക്ക വെൽ കുക്ക്ഡ് ആയിരിക്കും. ബ്ലാൻഷിംഗ് എന്നാണ് പറയുന്നത്. അത് കുറച്ച് നേരമേ വെള്ളത്തിൽ മുക്കിയിട്ട് അത് തന്നെ കുക്ക് ചെയ്യുക. മുക്കുന്ന വെള്ളം തന്നെ ഭയങ്കര ഫ്ലേവർഫുൾ ആയിരിക്കും. എൻ്റെ വായന്ന് ഉപ്പല് വന്നിട്ടുണ്ടല്ലോ, എൻ്റെ അടുത്തേക്ക് ഞാൻ പോകുന്നില്ല. അതുകൊണ്ട്
ഇവിടെ വേറെ ആയിട്ട് ഇങ്ങനെ കുക്ക് ചെയ്തോണ്ടിരിക്കും. ഈ കാണുന്ന ഒക്കെ പോക്ക് മീറ്റ്സ് ആണ്. സോ ഗുഡ്. കളർ നോക്ക്, മൈ ഗോഡ്, വാട്ട് എക്സ്പീരിയൻസ്. ആൻഡ് നമുക്ക് അതിന്റെ കൂടെ ഇവര് പോക്ക് ക്രാക്ലിങ്ങും വെക്കും. ഇത് നമ്മുടെ പപ്പടത്തിന് പകരം പോക്കിന്റെ ക്രിസ്പി സ്കിൻ ആണ്. ആൻഡ് ഇവരുടെ ലോക്കൽ കോള, നമ്മുടെ കൊക്കക്കോളയിലെ തായ് മസാലയൊക്കെ ഇട്ട് എങ്ങനെ ഇരിക്കും ആ ഒരു ഫ്ലേവർ ആണ്. സോ ഇതാണ് ബോട്ട് നൂഡിൽസിന്റെ സംഭവം. ഇവിടെ അന്തം വിട്ടുകൊണ്ടിരിക്കുക എന്തൊക്കെയാ കാണിക്കുന്നത്. സോ ഇത് പോക്ക് ക്രാക്ലിംഗ്, ഇത് എനിക്ക് തോന്നുന്നു പോക്ക് സൂപ്പ്, ഇത് സ്വീറ്റ് ആൻഡ് സോർ പോക്ക്, ഇത് മിൻസ്ഡ് ബീഫ് സൂപ്പ്. നൂഡിൽസ് കഴിഞ്ഞിട്ടില്ല, ഇനിയും വരും. ആൻഡ് അതിൻ്റെ കൂടെ വീണ്ടും ഏതൊക്കെയോ വന്നിട്ടുണ്ട്. എല്ലാം ഒന്ന് കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇതൊരു സ്റ്റാർട്ടിങ് മാത്രം. ഇങ്ങനത്തെ ഒരു 10 തവണ കഴിക്കണം, അതാണ് ഇന്നത്തെ ടാസ്ക്. ഫ്രണ്ട്സിന് അമ്മയും അച്ഛനും കരയുന്നുണ്ടായിരിക്കും, എന്റെ മോന് മറ്റേ ഭക്ഷണം കൊടുത്ത് കൊല്ലാനാണോ തായ്ലൻഡ് കൊണ്ടുപോയത്. പിന്നെ ഈ ബോട്ട് നൂഡിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കോണ്ടമെന്റ്സ് കാണും. എനിക്ക് ഇവരുടെ ചില്ലി ഓയിൽ ഭയങ്കര ഇഷ്ടമാണ്. ഇതെന്താവോ, ഇതെന്താ എന്താ ഇത്? മയോണൈസ് അല്ല, അതെന്താന്ന് അറിയില്ല. അതല്ലാതെ അത് കോക്കനട്ട് ക്രീമാ, സോസ്, വേറെ പഞ്ചസാര, പിന്നെ മുളക്, ഉണക്കമുളക്, അത് ഇടണം. ഞാൻ ആദ്യം അതൊന്നും ഇടാം. ഈവൻ ബെറ്റർ, ഇതില് റോസ് പോക്ക് ആയിട്ടിരിക്കുന്നത്. ദ പോക്ക് ഇറ്റ്സെൽഫ് ലുക്സ് സോ ടാന്റലൈസിങ് ആൻഡ് ഡെലിഷ്യസ്. നോക്കട്ടെ, അതിൻ്റെ കൂടെ ഫ്രൈഡ് വോണ്ടോൺസും ഇട്ടിട്ടുണ്ട്, കുറച്ച് ചില്ലി ഫ്ലേക്സും ഇട്ടിട്ടുണ്ട്. ഫ്രണ്ട്സ് ഫസ്റ്റ് ടൈം ബോട്ട് നൂഡിൽസ് കഴിക്കുന്നു. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അതാണ് ഞാനൊരു ടൂർ പാക്കേജ് തുടങ്ങുമ്പോൾ ഇങ്ങനത്തെ ഹിഡൻ സ്പോട്ട്സിലൊക്കെ ആയിരിക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൊണ്ടുപോകുന്നത്. വരുമോ പാക്കേജിൽ? ഹണിമൂൺ പാക്കേജ് ഞങ്ങളോട് ബുക്ക് ചെയ്ത. ആദ്യം തന്നെ ഈ മസാല കോക്ക് ഉണ്ടല്ലോ, അവരൊരു സ്റ്റീൽ ഗ്ലാസ് കൊണ്ടുവന്ന് തരും. ഫുൾ ഐസാണ്. നമുക്കിങ്ങനെ കൊക്കക്കോള ഒഴിച്ച് കുടിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു കൊക്കക്കോളയുടെ ഒരു ലോക്കൽ ഫ്ലേവറിങ് പോലെയൊക്കെ ഉണ്ട്. സാധാരണ കൊക്കക്കോളയിൽ നമ്മൾ ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ അവർ കുറച്ച് പെപ്പറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് തരില്ല, അതുപോലത്തെ ഒരു ഫ്ലേവറാണ്. ആൻഡ് നമുക്ക് നൂഡിൽസിലേക്ക് പോകാം. സോ ആദ്യമേ ഈ ഒരു നൂഡിൽസ് കഴിച്ചു നോക്കാം. ഒറ്റ വായിക്കുള്ളത് കാണുള്ളൂ. നോക്കട്ടെ. ഇറ്റ്സ് സോ പാക്ഡ് വിത്ത് ഫ്ലേവർ. ഫുൾ ഒരു പെപ്പറി ഫ്ലേവർ ആണ്. ഇവിടെ പോക്ക് ബോൾസ്, ഒരു സോസേജ് ബോളിന്റെ ടേസ്റ്റ്, ഒരു പീസ് ഓഫ് പോക്ക്, യമ്മി, കുറച്ച് നൂഡിൽസ്, എന്നിട്ട് മീറ്റ് ഉണ്ട് കേട്ടാ. എന്നിട്ട് ബോട്ടുകാരെ പോലെ അതിൻ്റെ ബ്രോത്തിന് വരെ ഒരു റിച്ച് പെപ്പറി ടേസ്റ്റ് ആണ്. ലുക്ക് സോ അമേസിങ്. ഇത് നോക്ക്, റെഡ് കളർ മൊത്തം. അപ്പോൾ കുറച്ചും കൂടെ ഫ്ലേവർ കാണും. അത് ടൊമാറ്റോയും ആണോ എന്താണെന്ന് നോക്കട്ടെ. ഓക്കെ, സോ വോണ്ടോൺ മാത്രം നോക്കട്ടെ. സൂപ്പിൽ കിടന്നാലും അതിൻ്റെ ക്രിസ്പിനെസ് ഉണ്ട്. മൈ ഗോഡ്, ഇറ്റ്സ് സോ, നമ്മുടെ ടേസ്റ്റ് ബഡ്സ് ആർ ഓൺ ഫയർ എന്നൊക്കെ പറയില്ലേ, അതാണ് സംഭവം. ബിക്കോസ് ഇറ്റ്സ് സോ മച്ച് ഓഫ് ഓൾ ഗുഡ് ഫ്ലേവേഴ്സ്. ഇതിൻ്റെ പോക്ക് മാത്രം നോക്കട്ടെ. ആ പോക്കിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടോ, ഇതിൽ ചില്ലി ഫ്ലേക്സും എല്ലാം ഉണ്ട്. റോസ് പോക്ക് ഇസ് ഓസം. ഓക്കെ, സോ ഇതെല്ലാം പോക്ക് തന്നെയാണ്. മെയിൻ തിങ് ഇസ് ദ നൂഡിൽസ്. ഇറ്റ്സ് സോഫ്റ്റ്. ആ സമയത്ത് ഇത് സ്പ്രിങ്ങി ഓൾസോ, ഓവർ കുക്ക് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഫ്ലേവർ ഒരു ടൊമാറ്റോ ഫ്ലേവറാണ്, ടൊമാറ്റോ പേസ്റ്റിൻ്റെ ഫ്ലേവറാണ്. പോക്കിൻ്റെ സാധാരണ സ്റ്റിർ ഫ്രൈ ചെയ്ത പീസ്, അതിൻ്റെ കൂടെ കോൺടോൺസ്, നല്ല ടേസ്റ്റ് ഉണ്ട്. സോ ഇത് മൂന്നും അടുത്ത സെർവിങ്ങിലേക്ക് പോവാണ്. ഓർഡർ ചെയ്യും. മറ്റേ റിയാസ് ഖാൻ പറഞ്ഞ പോലെ അമ്മായി ഒരു ഫിഷ് ഫ്രൈ. ഇവരുടെ ബീഫാണ്. ബീഫ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. കണ്ടിട്ട് ഭയങ്കര ഫ്ലേവർ ആയിട്ടുള്ള ഒരു സംഭവം പോലെ തോന്നുന്നുണ്ട്. ബീഫ് ആൻഡ് ഓൾ ബി സോ ടെൻഡർ. നമുക്ക് ബീഫും നൂഡിൽസും മാത്രം ഒന്ന് കഴിച്ചു നോക്കാം. ഓബ്വിയസ്ലി എനിക്ക് മീറ്റ് വൈസ്
പോക്കാണെങ്കിലും കൂടുതൽ ഇഷ്ടം. എപ്പോഴും ഒരു സൂപ്പി ബ്രോത്ത് പോലെയൊക്കെ വരുമ്പോൾ ബീഫിന്റെ ഫ്ലേവർ ആണ് ഏറ്റവും ബെസ്റ്റ്. ഓബിയസ്ലി ദിസ് ബീഫ് ഇസ് റിയലി ഗുഡ്. അതിൻ്റെ കൂടെ എന്തോ ഒരു തായ് മെഡിസിനൽ ഹെർബ്സിനൊക്കെ ടേസ്റ്റ് ആണ് ഇതിന് വന്നിരിക്കുന്നത്. പക്ഷേ ഇറ്റ് ഇസ് റിയലി ഗുഡ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാലറ്റാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറയാം. അടിപൊളി. എനിക്കൊന്ന് മസ്റ്റ് ട്രൈ ആണ്. ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. AC വന്ന് ഇരിക്കണമെങ്കിൽ നല്ല കായൽ തീരത്തിരുന്ന് കഴിക്കാം. പക്ഷെ കായലല്ല, കെനാൽ തീരത്ത്. പക്ഷെ നല്ല നാറ്റമാണ് കെനാലിന്. സോ അതെ, നൂഡിൽസിൽ ഇതൊക്കെ മിക്സ് ചെയ്ത് കുറച്ചും കൂടി എരിവൊക്കെ ആവട്ടെ. എനിക്ക് പോർക്കും ബീഫുമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പ്രിൻസ് കഴിച്ചിരുന്നാലും ഇല്ലെങ്കിലും ഞാൻ ഓർഡർ ചെയ്യുന്നതിൻ്റെ കൂടെ ഒരെണ്ണം കൂടെ കാണും. ഞാൻ കഴിക്കുന്നവരെ പ്രിൻസ് കഴിച്ചുകൊണ്ടിരിക്കുക. അടുത്ത സർവീസ് വന്നിട്ടുണ്ട്. പ്രിൻസിന് എങ്ങനെയെങ്കിലും എഴുതേക്കണം എന്നുണ്ട്. നടക്കില്ല. അതിൻ്റെ കൂടെ ഇനി നമുക്ക് കുറച്ച് ചില്ലി ഇടാം. കുറച്ചിട്ടാൽ മതി, കാരണം ഡ്രൈഡ് ചില്ലി നല്ല എരിവാണ്. കുറച്ചധികമായിപ്പോയി. ഞാൻ തന്നെ കുറച്ച് മതി എന്ന് പറഞ്ഞിട്ട് നോക്ക്, കുറച്ചധികമായിപ്പോയി. എന്തേ വയ്യാതായ? ഇനി കുറെ നടക്കാനുള്ളതാ. ഇനി ഇത് കഴിഞ്ഞിട്ട് കുറെ സ്ഥലത്തേക്ക് കഴിക്കാനുള്ളതാ. ഇത് തുടക്കം മാത്രം. ഇപ്പൊ മനസ്സിലായ ഫുഡ് ബ്ലോഗ്. AC-യിൽ ഇത് വേറെ നാളെ കണ്ട. ഇതാണ് ഫുഡ് ബ്ലോഗ് ചെയ്യാനുള്ള അധ്വാനം. എളുപ്പമല്ലല്ലോ, കഷ്ടപ്പാടാണ്. ഞാൻ പറഞ്ഞത് ഇതും കൂടെ കഴിഞ്ഞ് ഒരു ബീഫും കൂടെ കഴിഞ്ഞ് നമുക്ക് ഇവിടത്തെ അവസാനിപ്പിക്കാം. ഇനി തായ് ഡെസേർട്ട് കഴിക്കണം. ഫ്രണ്ട്സ്, ഞാൻ എന്തായാലും കട്ടക്കട്ടയ്ക്ക് പോകുന്നുണ്ട് കേട്ടോ. ഒരു 6-7 എണ്ണം ആയിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ദിവസം ഒരു 8 എണ്ണം. ഒരെണ്ണം കൂടെ ആയ 9 എണ്ണം. ഒരെണ്ണം കൂടെ ആയ 10 റൗണ്ട് ചെയ്യാം. എന്തായാലും ഫ്രണ്ട്സ്, ഞങ്ങൾക്ക് എപ്പോഴും റൗണ്ട് ചെയ്ത് വരുന്നത് നമ്മുടെ അക്കൗണ്ട്സിൽ. ഇതിലും കൂടെ റൗണ്ട് ചെയ്യാം നൂഡിൽസിൽ. അങ്ങനെ ഞങ്ങൾ നിർത്താൻ പ്ലാൻ ഉണ്ട്, കാരണം ഇതിന് ഡെസേർട്ട് കഴിക്കാൻ പോകണം. ഒരാള് 10 ബോൾ, കുഴപ്പമില്ല. അടുത്ത തവണ വരുമ്പോഴേക്കും അതൊരു 15 ആക്കുക. ഓക്കെ, അപ്പൊ ഗൈസ്, ഇവിടുന്ന് 20 ബോൾ ഓഫ് നൂഡിൽസ് കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ്. ഒന്നൊന്നര എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ വന്ന് ട്രൈ ചെയ്യുക. ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഫ്ലേവേഴ്സ് ആണ്. അങ്ങനെ ഒരു ഭയങ്കര ഒരു സ്മെല്ലോ, പോക്ക് ഇൻറ്റസ്റ്റൈൻ്റെ ഒക്കെ ആണെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും. അങ്ങനത്തെ ഒന്നുമില്ല. എല്ലാം റോസ്റ്റ് പോക്കും ബീഫും ആണ്. സോ വന്ന് ട്രൈ ചെയ്യുക. ഇനി ഓബ്വിയസ്ലി ഇതുപോലെ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡിഷാണ് മാംഗോ സ്റ്റിക്കി റൈസ്. ആൻഡ് പ്രിയനിക്ക് ഇത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും കൊണ്ടുവരുമെങ്കിൽ സമാധാനമാവില്ല. സോ ഇതിൻ്റെ കൂടെ മാംഗോ സ്റ്റിക്കി റൈസ്, ഇത് ഇവിടുത്തെ ഒരു ലോക്കൽ ഫുഡ് ആണെങ്കിൽ മാംഗോ സ്റ്റിക്കി റൈസ് ലോക്കലാണ്. പക്ഷെ അതിൻ്റെ ബെസ്റ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് കഫേസിലേക്കായിരിക്കും നമ്മൾ അടുത്ത് പോകുന്നത്. നോക്കിക്കുക, വേറെ ഈ സ്ഥലത്തിന് ഒരു വിക്ടറി എന്ന് പറയും. ഇത്രയധികം ലോക്കൽസ് വരുന്നുണ്ടെങ്കിൽ ഒറ്റ ഫോറിനേഴ്സിനെയോ ഇന്ത്യൻസ് കാണുന്നുണ്ടോ നോക്കില്ല. ദാറ്റ് മീൻസ് ലോക്കൽസ് ലവ് ദിസ് ആൻഡ് ഇറ്റ് ഇസ് സോ ഒത്തന്റിക്. അതിന്റെ കൂടെ പ്രിൻസ് അവര് 2 പോർക്ക് ഫ്രൈ ഇല്ലേ, അത് ഫ്രീയാ, അതിന് ചാർജ് ചെയ്തില്ല. വീഡിയോ എടുത്തോണ്ടായിരിക്കും. പിന്നെ ലാസ്റ്റ് 4 ബാത്ത് ഡിസ്കൗണ്ടും തന്നു. അങ്ങനെ 350 ബാത്ത്. ഒന്ന് ആലോചിച്ച് നോക്ക്, 20 ബോൾ നൂഡിൽസും ഡ്രിങ്കും പോക്കിനും കൂടെ 750 രൂപ. നാട്ടിലാണെങ്കിൽ എങ്ങനെ പോയാലും 2500 രൂപ. പിന്നെ സുഖമായിട്ട് വരും. നമ്മുടെ പെട്ടി ഇവിടെ ഒന്ന് നോക്ക് എത്രയാണ്. ഏത്? അല്ല, അത് പക്ഷെ തള്ളിക്കൊണ്ട് നടക്കണം, ഇലക്ട്രിക് അല്ല. ഏകദേശം 60 രൂപയാണ്. 60,000 റുപ്പീസ്. 70 അല്ലേ? 70,000 അടുത്ത് വരും. പ്രിയക്ക് വാങ്ങിയത് മലേഷ്യയിൽ നിന്ന്. ഓഫർ കൂടെ കഴിഞ്ഞ് 44 രൂപയ്ക്ക് കിട്ടിയത്. അല്ല, തായ്ലാൻഡിന്റെ നമ്പർ 1 സുവനിയർ ആണ് ഈ മണക്കുന്ന സംഭവമാണ്, ഒരു ഇൻഹേലർ. ഇവിടെ വന്നു നിങ്ങൾ എല്ലാ തായ്ക്കാരും ഇത് ചെയ്താണ്. ഞാൻ ഇതിന്റെ ഇപ്പൊ ഒരു 6 എണ്ണം വാങ്ങിയിട്ടുണ്ട്, ചെറുത്. ഈ സൈസ് നോക്ക്. സാധാരണ ഇതിൻ്റെ അകത്ത് എപ്പോഴും ക്യൂ ആയിരിക്കും. ഇത്തവണയും ക്യൂ ആണെന്ന് തോന്നുന്നു, വെയിറ്റിംഗ് ആയിരിക്കും. ആഫ്റ്റർ യുവർ ഡെസേർട്ട് കഫേ, ഓൺലി ഡെസേർട്ട്സ്. ഇവിടെ വേറെ ഒരു സാധനവും നിങ്ങൾക്ക് കിട്ടില്ല. ഇതേറെ ഓൺലി ഡെസേർട്ട്സ്. വേറെ സാൻഡ്വിച്ചസോ എനിക്കൊന്ന് കോഫി ചിലപ്പോൾ കാണുമായിരിക്കും, അല്ലാതെ വേറെ ഒന്നുമില്ല. ആഫ്റ്റർ യു നമ്മൾ പണ്ട് കഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എപ്പോൾ വന്നാലും അടച്ചു പോകും. 8 മണിയാകുമ്പോൾ അടയ്ക്കുന്ന സ്ഥലം അത്, ഓർമ്മയില്ലേ? അപ്പൊ ഇത്തവണ എന്തായാലും കഴിച്ചിട്ട് പോയാൽ മതി. പിന്നെ അതാ ഞാൻ ഓർഡർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ടേബിൾ ഓൾറെഡി ഓർഡർ ചെയ്ത്, അല്ല ഫുഡ് ഓൾറെഡി ഓർഡർ ചെയ്ത് പൈസ കൊടുത്താലേ അകത്ത് കയറ്റുള്ളൂ. അത്രയും തിരക്ക്. ഇവിടെ വെറുതെ ഇൻസ്റ്റാഗ്രാമിന് വേണ്ടി ആൾക്കാർ വരും, പ്രിയനെ പോലത്തെ ആൾക്കാർ. അന്നൊക്കെ വരും. ഫ്രീ ആയിട്ട് നമുക്കത് വെള്ളം ഗ്രീൻ ടീ ഒക്കെ കിട്ടും കേട്ടോ. അതിന്റെ ആവശ്യമുണ്ട്, കാരണം അത്രയധികം ഡെസേർട്ടാണ് കഴിക്കാൻ പോകുന്നത്. ഡെസേർട്ട്സ് വന്നു തുടങ്ങി. ഇത് ചോക്കോ ലാവ കേക്ക്, വളരെ ചെറുതാണെങ്കിലും ദിറക്കിയായിരിക്കും. റിയൽ ചോക്കോ ലാവ കേക്ക് വിത്ത് സ്ട്രോബെറി ആൻഡ് ഐസ്ക്രീം. ഇത് മിനി ചോക്ലേറ്റ് എക്ലേഴ്സ് വിത്ത് ഹോട്ട് ഫഡ്ജാണ്. പക്ഷെ ഇതൊന്നും നമ്മൾ തൊട്ടിട്ടില്ല, കാരണം താരം വരാനുണ്ട്.
തൊട്ടിട്ടില്ല ദിലുചേട്ടനെ പേടിച്ചിട്ട്. അങ്ങനെ പറ. വീഡിയോ എടുക്കണേക്കാണ്ട് നമ്മൾ തൊട്ട കൈവിട്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ എന്ത് ലക്കിയാണെന്ന്. പക്ഷെ ഞങ്ങളുടെ സിറ്റുവേഷൻ ഇതാണ്. എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നോക്കിയിരിക്കണം ഒരു 10-15 മിനിറ്റ് വീഡിയോ എടുത്ത് കഴിയണം. എല്ലാം കൂടെ വന്നിട്ടേ തമ്മനയിൽ എടുക്കാൻ പറ്റില്ല. തമ്മനയിൽ എടുത്തിട്ടേ ഇത് ഓരോന്ന് ഒഴിക്കുന്നതൊക്കെ. അതുവരെ ഞങ്ങളിങ്ങനെ തുപ്പലാക്കിക്കൊണ്ടിരിക്കണം അല്ലേ? ഇപ്പൊ പ്രിൻസിന് മനസ്സിലായി എന്റെ സിറ്റുവേഷൻ. ആദ്യമേ തന്നെ നമ്മൾ ആ ചോക്ലേറ്റ് ഒന്ന് ഒഴിക്കുക. ഇത് ഒഴിപ്പിക്കുന്ന എന്തിനാ? കുറച്ചും കൂടെ കൊതി വരെ തൊടാൻ പറ്റില്ല ടൈപ്പ് തൃപ്തിപ്പെടാനല്ലേ? നമ്മുടെ മെയിൻ സാധനം വരാം. ഓ ഹോട്ട് ചോക്ലേറ്റ് ഫഡ്ജ് ആണ്. എല്ലാത്തിനും ചോക്ലേറ്റ് വന്നു. നമ്മുടെ സാധനം വരുന്നുണ്ട്. താങ്ക് യു. എന്റെ അമ്മോ, ഇത് ഐസ് ആണ്. ഇതിന്റെ പേര് മാംഗോ സ്റ്റിക്കി റൈസ് ഫ്ലേവർ ഉള്ള ഐസ് ബിങ്സും ആണ്. How can I eat this? I can eat. You don't eat. You know that only I like mango sticky rice. അതിന്റെ കൂടെ മാംഗോയും കോക്കനട്ടും സെപ്പറേറ്റ്. ഇവിടുത്തെ ടോപ്പ് സെല്ലിംഗ് ഐറ്റമാണ് ഗൈസ്. പുതിയ വരുന്നുണ്ട്. Okay, so mango bingsu. Oh, shaved ice with mango stick. ഇതില് ആദ്യം ഇത് മാത്രം കഴിച്ചു നോക്കട്ടെ. അതെ, ഒരു കോൾ വന്നു. അപ്പൊ സെക്കൻഡ് റീടേക്ക് ആണ്. സ്റ്റിക്കി റൈസ് ഇനി കോളൊന്നും വരില്ലേ? ഭയങ്കര മിൽക്കിയാണ്. ഐസിന്റെ ഫ്ലേവർ ഒന്നും അധികം കിട്ടുന്നില്ല. അതിന്റെ കൂടെ നമുക്ക് കുറച്ച് മാംഗോയും എടുത്ത് കുറച്ച് കോക്കനട്ട് മിൽക്കിലും മുക്കി അടുത്തുകൊണ്ട് പോവാ. ഇതുപോലൊക്കെ താഴെ വീഴും. താഴെ വീണ ഇതിന്റെ മുകളിലേക്ക് വീഴട്ടെ. ഓ കത്തും കേട്ടോ. ഇതൊക്കെ കേരളത്തിൽ കേരളം കത്തും. ഒരു രക്ഷയില്ല. Absolutely delicious. ഇനി ഇതൊന്ന് നോക്കട്ടെ. ചോക്ലേറ്റ് എക്ലേർസ്. ഓക്കെ. അകത്ത് ക്രീമാ. The chocolate is so good. അടുത്തുണ്ടോ? ചോക്ലേറ്റ് ഇസ് സോ ഗുഡ്. ഇതിൻ്റെ അകത്ത് ഫ്രഷ് വനില ക്രീമാണ്. ആൻഡ് വെടിയിലത്തെ ഇതിൻ്റെ എക്ലേഴ്സ് ഇറ്റ്സ് സോ നല്ലൊരു ഷൂട്ട് പേസ്ട്രി ആണ്. ഇറ്റ്സ് വെരി സോഫ്റ്റ്. ദ ബെസ്റ്റ് വേർഷൻ ഓഫ് എക്ലേഴ്സ് ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഓവർലി സ്വീറ്റ്. അടിപൊളി. ആ പ്രിയനൊന്ന് കാണിച്ച. ഇനി ചോക്കോ ലാവ കേക്ക് നോക്കട്ടെ. ഇത് കുറച്ച് തണുത്തുപോയി കാണും. അപ്പൊ അകത്ത് ചിലപ്പോൾ വരില്ല എന്ന് തെറ്റിദ്ധരിക്കരുത്. ഓ അതെ. ഓ ഇതെടുത്ത് ഒരു പീസ് സ്ട്രോബെറി എടുത്ത് കുറച്ച് വാനില ഐസ്ക്രീമും എടുത്ത് ഒന്നും കൂടെ ചോക്ലേറ്റ് എടുത്ത് ഒന്നും കൂടെ സ്ട്രോബെറി എടുത്ത് ഇത് ചെറിയ സാധനമാണ്. 400 രൂപ 450 രൂപയാണ്. പക്ഷെ നമ്മൾ സാധാരണ കഴിക്കുന്നതിൻ്റെ ചോക്കോലാവതിനെ കാട്ടി ഒരു 10 times മോർ ഇൻറ്റൻസ് ആൻഡ് ഫ്ലേവർഫുൾ എന്ന് ആലോചിച്ചാൽ മതി. ഇത് ബെൽജിയം പ്യോർ ചോക്ലേറ്റ് ഉപയോഗിച്ചിരിക്കുന്ന സോ ഡെലിഷ്യസ്. ആഫ്റ്റർ യു ഹൈലി 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 റെക്കമെൻഡ്. ഓക്കെ, ഇനി നമുക്ക് തിരിച്ചെടുക്കണ്ടേ ഇൻസ്റ്റാഗ്രാമിലേക്ക്. ഇത് യൂട്യൂബിന് മാത്രമേ ആയുള്ളൂ. ഈ മാംഗോ ജാമും അതുപോലെ തന്നെ കോക്കനട്ടിലും മുക്കി കഴിക്കുമ്പോൾ ഫുൾ ഐസ്. ഫുൾ ഐസ്. അതുകൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഭയങ്കര ടേസ്റ്റ് കാണാൻ സമയത്ത് ഭയങ്കര തണുപ്പുവാ. ഭയങ്കര ടേസ്റ്റ് ആണ്. പക്ഷെ നല്ല തണുപ്പ്. കഴിക്കില്ല തണുപ്പെന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ബ്രെയിൻ ഫ്രീസ് വന്നിട്ട് നിർത്താതെ കഴിക്കുന്നത്. അടിയിൽ റൈസ് ഉണ്ട്, മാങ്ങ പീസസും ഉണ്ട്. ഓ ഇതൊരു രക്ഷയില്ല കേട്ടാ. എനിക്കിതാണ് എന്റെ ഫേവറേറ്റ്. പക്ഷെ ഇതും വേണം, അതും വേണം, ഇതും വേണം, ഇതും വേണം, ഇത് വേണ്ട. ഇതിലേക്ക് എത്തുന്നോറും പ്രോപ്പർ മാംഗോ സ്റ്റിക്കി റൈസായി മാറി. കോക്കനട്ട്, മാംഗോ, റൈസ് എല്ലാം ഉണ്ട്. ആ എന്റെ മുകളിൽ എടുത്ത ചെറിയ ചെറിയ സാധനങ്ങളും ഉണ്ട് അല്ലേ. ചോക്കോ ലാവ എന്നുണ്ട് നമുക്ക്. അതൊരു സംഭവമായിരിക്കും. എവിടെ പോയാലും ചോക്കോ ലാവ ഓർഡർ ചെയ്ത ഇതായിരിക്കും ബെഞ്ച് മാർക്ക്.
എന്റെ ചെറിയത് തന്നവര് അത് മാത്രമുള്ളൊരു നെഗറ്റീവ്. ശ്ശോ, എന്തൊരു ചോക്ലേറ്റ് അല്ല, സ്വീറ്റ് അല്ല, അത്രയും ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അല്ല അത്ര സ്വീറ്റ് അല്ല. ഒരു സാധനത്തിന് കുറ്റം പറയാനില്ല. കുറ്റമല്ല, 5 സ്റ്റാർ പോലും കൊടുത്താൽ പോരാ. വെറുതെ ആണ് ഇവിടെ ഇത്രയും ബ്രാഞ്ചസ് ഉണ്ടായിട്ട് എല്ലാ ബ്രാഞ്ചിലും ക്യൂ, എല്ലാ ബ്രാഞ്ചിലും. ഗൈസ്, കൺക്ലൂഷൻ മോളിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. കാരണം MBK മോൾ കറക്റ്റ് 9 മണിയാകുമ്പോഴേക്കും എല്ലാ റെസ്റ്റോറൻറ്റ്സും അടയ്ക്കും. മോൾ 10 മണിയാകുമ്പോഴേക്കും അടയ്ക്കും. സോ നിങ്ങൾ MBK പോവുകയാണെങ്കിൽ അവിടെ നിന്ന് കഴിക്കണമെങ്കിലോ ഷോപ്പ് ചെയ്യണമെങ്കിലൊക്കെ കറക്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു 9 o'clock മുമ്പായിട്ട് ഷോപ്പിംഗ് ഒക്കെ തീരുന്ന രീതിയിൽ പോവുക. ആൻഡ് ഇന്ന് പോയ 2 സ്ഥലവും അടിപൊളിയായിരുന്നു. നൂഡിൽസും മസ്റ്റ് ട്രൈ ആണ്. അതുപോലെ തന്നെ ആഫ്റ്റർ യൂസ് 100% യു ഗൈസ് ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ ഇറ്റ് ഇഫ് യു ഗോ ടു ബാങ്കോക്ക്. സോ എന്തായാലും വേറൊരു അടിപൊളി വ്ളോഗായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.